എന്നൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മുടെ കോട്ടാത്തിലെ അഖിൽമാരാറില്ലേ, 2020 രാജിവെച്ചെന്നൊക്കെ പറഞ്ഞപ്പോൾ വാർത്ത ഇപ്പം സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ 2020 ഭാഗമായിട്ട് നിന്ന് മത്സര രംഗത്ത് വരുമ്പോൾ നമ്മുടെ സുരേഷ് ചേട്ടനെയും കൈ പിടിച്ചുകൊണ്ട് ആശാൻ ഒരു പ്രഖ്യാപനമൊക്കെ നടത്തിയായിരുന്നു. അതായത് നമ്മുടെ റിപ്പോർട്ടർ ചാനൽ അരുൺകുമാർ പറഞ്ഞു ഇയാൾ അവിടെ ഇന്ന് ജയിക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഇവൻ്റെ ഒരു ഡയലോഗ് ഇങ്ങനെയായിരുന്നു, അരുൺകുമാറിന് വോട്ടെണ്ണി തുടങ്ങുമ്പോൾ നിർത്താൻ പറ്റത്തില്ല, അത്രത്തോളം ഭൂരിപക്ഷത്തിലായിരിക്കും ഞാൻ ജയിക്കാൻ പോകുന്നതെന്ന്. സത്യത്തിൽ തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞ് ആശാൻ പൊട്ടി വീട്ടിൽ തലയിൽ മുണ്ടിട്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ അരുൺകുമാറിൻ്റെ ആ മാസ് ഡയലോഗ് വന്നല്ലേ. താഴത്തുനിന്ന് മുകളിലേക്ക് എണ്ണുവാണെന്നുണ്ടെങ്കിൽ അഖിൽ കോട്ടാത്തല, അതായത് ചക്ക അടയാളത്തിൽ വിജയിച്ചിരിക്കുന്നു എന്നും പറഞ്ഞ് നല്ല ഒന്നാം തരം ഒരു ഊക്ക് വീഡിയോ മേടിച്ച് ആശാൻ പോയതിനു ശേഷം പിന്നെ ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ. ഇപ്പം ഞെട്ടിക്കുന്ന ചില റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ 2020 ക്യാപ്റ്റനായിട്ടുള്ള നമ്മുടെ കീറ്റക്സ് ബൈജു ഉണ്ടല്ലോ, ലവന് BJP കൊണ്ട് 40 കോടി രൂപ കൊടുത്തെന്നൊക്കെയാണ് പറയുന്നത്. നമുക്കിതൊന്നും അറിയത്തില്ല, ഇവരൊക്കെ തന്നെയാണ് ഇതെല്ലാം പറഞ്ഞു നടക്കുന്നത്. ചക്ക ചിഹ്നത്തിൽ മത്സരിച്ചിട്ടുള്ള മറ്റേ ചേച്ചി ഉണ്ടല്ലോ, ചേച്ചി അതുപോലെ മത്സരിക്കാൻ പറ്റാതെ നോമിനേഷൻ കൊടുത്തിട്ട് വെറുതെ പോയായിരുന്നല്ലോ. ഇപ്പം ആ അമ്മ എന്ന് പറഞ്ഞ ആ സംഘടനയെ മൊത്തം നാശകോശമാക്കിയ ഒരു കൂതറ സാധനം ഇവരെല്ലാവരും ആയിരുന്നു ഈ ചക്കയും പൊക്കി പിടിച്ചോണ്ട് ഇവിടെ എന്തൊക്കെയോ ഒലത്തി കളയാന്ന് പറഞ്ഞ് വന്നത്. ഈ അഖിൽ കോട്ടാത്തല എന്ന് പറഞ്ഞ ഈ ഒരു സാധനത്തിനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞത്. കാരണം കോൺഗ്രസ് സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ് ഒക്കെ ഇങ്ങനെ കൊണ്ട് നടന്നെന്നൊക്കെയാണ് പറയുന്നത്. ചിലപ്പം കോൺഗ്രസിൻ്റെ ഭാഗമാവും, ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റിൻ്റെ ഭാഗവും, ചിലപ്പോൾ BJP-കാരനാവും, ചിലപ്പം കീറ്റക്സ് ബൈജുവിൻ്റെ ആളാവും. അങ്ങനെ വാക്കിന് നിറവില്ലാത്ത, പറയുന്നതിൽ ഉറച്ചു നിൽക്കാത്ത ഒരാണും പെണ്ണും കെട്ട ഒരു ജന്മമായിട്ടാണ് സത്യത്തിൽ എനിക്ക് ഇവനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഇവൻ്റെ വാർത്തകൾ കേൾക്കുമ്പോൾ തോന്നുന്നത്. എന്തായാലും ഇവൻ ഈ ഞെട്ടിക്കുന്ന വാർത്ത ഒന്ന് കേട്ടുപോയിക്കോളും. ആളുകൾ എടുത്തിട്ട് ഊക്കി ഏറി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്ന് കണ്ടൊക്കെയിട്ട് വരാം. ഒരു സ്ഥാനാർത്ഥിക്ക് ഇപ്പം തൃപ്പൂണിത്തുറയിൽ അഞ്ജലിയോട് ഞാൻ തമാശയ്ക്ക് ഞാൻ വിളിച്ചു ചോദിച്ചു, അഞ്ജലി എനിക്ക് പൈസയൊന്നും കിട്ടിയിട്ടൊന്നുമില്ല, നിങ്ങൾക്ക് വല്ലതും കിട്ടിയിട്ടുണ്ടോ? അപ്പോൾ അഞ്ജലി എൻ്റെ പൊന്നി ചേട്ടാ, നാട് മുഴുവൻ നടന്ന് നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന ഇതാണ്, BJP-യിൽ നിന്ന് പുള്ളിക്ക് ഫണ്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഇത് ഞാൻ എന്ന് BJP-യുടെ തന്നെ ചില നേതാക്കന്മാർ മറ്റു പലരോട് പറഞ്ഞതിൽ നിന്നും, കാര്യം എനിക്ക് പണം കിട്ടി എന്ന രീതിയിൽ, അതായത് സാബു ജേക്കബിന് പണം കൊടുക്കുമ്പോൾ അതെനിക്കും കിട്ടുമല്ലോ എന്ന അർത്ഥത്തിൽ എന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് 5 പൈസ കിട്ടിയില്ല. ഇതെന്താണെന്ന് വെച്ചാൽ പുറത്ത് നമ്മൾ എവിടെ ചെന്നാലും ഇതിന്റെ ഇടയിലൂടെ ഞാൻ വൈഫിന്റെ കുറെ ഗോൾഡ് കൊണ്ട് വിറ്റു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ഞാൻ നിങ്ങളുടെ പാർട്ടിയിലേക്ക് വന്നിട്ട് നിങ്ങളുടെ ഒരു C ക്ലാസ് മണ്ഡലത്തിൽ, BJP-യുടെ ഒരു C ക്ലാസ് മണ്ഡലത്തിൽ, സംഘടനയില്ലാത്ത മണ്ഡലത്തിൽ ഞാൻ വന്ന് മത്സരിക്കുമ്പോൾ BJP-യുടെ A ക്ലാസ് മണ്ഡലത്തിൽ നിങ്ങൾ ആരെയാണ് മത്സരിപ്പിക്കുന്നത്, നിങ്ങൾ ആരെയാണ് കൊണ്ടുവരുന്നത്, അതെങ്കിലും എൻ്റെ അടുത്തൊന്ന് പറയൂ. അല്ല, അത് നമുക്ക് അങ്ങനെ ഒരാളുണ്ട്, അത് ഭയങ്കര ഭക്തിപരമായി നിൽക്കുന്ന ആളുണ്ട്, മറ്റേതുണ്ട്. ഞാൻ ചോദിച്ചു മറ്റേ കാഞ്ചി മഠാധിപതിയല്ലോ എന്ന്, ഞാൻ ചിദാനന്ദപുരി സ്വാമിയാണ് മത്സരിപ്പിക്കുക ഉദ്ദേശിക്കുന്നത്. ഞാൻ തമാശയ്ക്ക് ചോദിക്കുകയും ചെയ്യുന്നു. അതായത് ഭയങ്കര വേറെ അങ്ങനെ ആരാ എന്തൊക്കെയാണ് എന്നോട് പറയുന്നത്, എന്തൊക്കെ മരന്ന് സംസാരിച്ചു. ഇത് കഴിഞ്ഞ് ഈ സീറ്റ് നഷ്ടപ്പെട്ടു, തൃക്കാക്കരയിലാണെന്ന് പറയുന്നത്. പിന്നെ എൻ്റെ മുമ്പിൽ 2 ഓപ്ഷനേ ഉള്ളൂ. ഞാൻ ഇവരുടെ അടുത്ത് കയറി, ഓഫീസിൽ കയറി ഞാൻ ഭയങ്കര ബഹളം വെച്ചു വന്ന് തന്നെ. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഈ ഓഫീസിൽ വെച്ച് ആത്മഹത്യ ചെയ്തിട്ട് നിങ്ങളെ വെടിവെച്ച് കൊല്ലുന്നതാണ് എനിക്കിപ്പോൾ തോന്നിയെന്ന് പറഞ്ഞു. ഇങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു. അന്ന് അമ്മാതിരി നെറുകേടാണ് എൻ്റെ അടുത്ത് ഇവർക്കാണ്. സാബു ജേക്കബിനോട് തന്നെയാണ് ഇത് ഞാൻ പറഞ്ഞത്. നിങ്ങളെ ഇതിനകത്ത് വന്ന് വെടിവെച്ച് കൊന്നിട്ട് പുറത്തിറങ്ങി ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യമാണ് നിങ്ങൾ ഒരുക്കിയത്. എന്നെ ഇഷ്ടപ്പെട്ട ഒരു ജനതയെ നിങ്ങൾ എന്നെ വെറുപ്പിച്ചു. നിങ്ങൾ എനിക്ക് പറഞ്ഞ വാക്ക് പാലിച്ചില്ല. നിങ്ങൾ എന്നെ പൂർണ്ണാർത്ഥത്തിൽ ചതിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് തൃക്കാക്കര നമ്മൾ മത്സരിക്കാൻ വന്നു. തൃക്കാക്കര മത്സരിക്കാൻ വരുന്ന സമയത്ത് ഞാൻ എന്തുകൊണ്ട് തൃക്കാക്കര മത്സരിച്ച് നിങ്ങൾ ചോദിച്ചാൽ, 140 നിയോജക മണ്ഡലങ്ങളുടെ രാഷ്ട്രീയം അതിഭീകരമായി മാധ്യമങ്ങളിൽ ചർച്ച നടക്കുകയാണ്. ഇതിന്റെ ഇടയിലൂടെ ഞാൻ കയറി പറയുകയാണ്, എന്നെ സാബു ജേക്കബ് കൊട്ടാരക്കര സീറ്റ് തരാമെന്ന് പറഞ്ഞ് പറ്റിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും മൈൻഡ് പോലും ചെയ്തില്ല. അവിടെ ഞാനെന്ന് പറയുന്ന വ്യക്തി പരിപൂർണ്ണമായും ഇല്ലാതാവും. പിന്നെ ആകെ എൻ്റെ മുന്നിലുള്ള ഓപ്ഷൻ തൃക്കാക്കരയിൽ മത്സരിക്കുക. എനിക്ക് എത്ര വോട്ട് നേടിയെടുക്കാൻ കഴിയും ആ വോട്ട് അവിടെ നേടിയെടുക്കാൻ ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ച സമയത്ത് ഇവർ എൻ്റെ അടുത്ത് പറഞ്ഞത് 18 കൗൺസിലർമാർ തൃക്കാക്കരയിലുണ്ട്, നമുക്ക് 15,000 വോട്ട് കഴിഞ്ഞ പ്രാവശ്യം അവിടെ കിട്ടിയതാണ്. ഇങ്ങനെ പല സാഹചര്യങ്ങളൊക്കെ പറയുന്നു. അഖിലിന് അവിടെ വലിയ സാധ്യതകളുണ്ട്, നമ്മൾ അങ്ങനെ ചെയ്തത് ഇങ്ങനെ ചെയ്തത് എന്നെല്ലാം പറയുന്നു. 2 പേരാണ് തൃക്കാക്കരയിൽ എൻ്റെ കൂടെ 2020 വേണ്ടി വർക്ക് ചെയ്യാൻ പൂർണ്ണ സമയം ഉണ്ടായിരുന്നു. പൂർണ്ണ സമയം അവിടെ എവിടെയും ചെല്ലുമ്പോൾ ചില ആൾക്കാരെ കാണുന്നതല്ലാതെ ഒരു മനുഷ്യനില്ല. അവസാനം കൊട്ടാരക്കരയിൽ നിന്നും കൊച്ചിയിലും തൃശ്ശൂരും മറ്റു പല സ്ഥലങ്ങളുമുള്ള എൻ്റെ അടുപ്പക്കാരെയും സുഹൃത്തുക്കളെയും എല്ലാവരെയും കൂടെ വിളിച്ചിട്ടാണ് BJP-ക്കാർ ഉള്ളവർ എൻ്റെ കൂടെ ആത്മാർത്ഥമായിട്ട് കൊണ്ടുപോയി. ഞാൻ 2020 കാര്യം പറഞ്ഞത്. BJP-ക്കാർ ആത്മാർത്ഥമായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന സംഘടനാ സംവിധാനം ഉപയോഗിച്ച് അവരെൻ്റെ കൂടെ പ്രവർത്തിച്ചു. 2020 പക്ഷേ ആളില്ല. എന്നിട്ട് നമ്മൾ ആ തെരഞ്ഞെടുപ്പ് മുതൽ കേട്ടോണ്ടിരിക്കുന്ന പഴി എന്താ, കോടിക്കണക്കിന് രൂപ കിട്ടി. ഞാൻ 20 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിയ BMW ബൈക്ക് വിൽക്കുന്നത് ഏപ്രിൽ 2-ാം തീയതിയാണ്. ഏപ്രിൽ 2 എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അല്ലെങ്കിൽ നിങ്ങൾ BMW ഷോറൂമിൽ തന്നെ പോയി ചോദിച്ചു നോക്കൂ. അല്ല, എനിക്കൊരു തമാശ കേട്ട് ഞാൻ വിറ്റരുതാ. 20 ലക്ഷം രൂപ കൊടുത്ത് മേടിച്ചൊരു ബൈക്ക് ഞാൻ 10 ലക്ഷം രൂപയ്ക്ക് വിൽക്കുമ്പോൾ പൈസയുടെ ആവശ്യം ഉണ്ടായതുകൊണ്ടല്ലേ. ഒരു വർഷമായിട്ടുള്ളൂ. അതല്ല ഞാൻ പറഞ്ഞത്. 2020 എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാമെന്ന് പറഞ്ഞ ആൾക്കാർ തെരഞ്ഞെടുപ്പ് തുടങ്ങി പ്രവർത്തനം തുടങ്ങിയ സമയത്ത് ഇവർ ചെയ്യേണ്ട, അതായത് എനിക്ക് 5 പൈസ തരണ്ട. ഒരു തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുമ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെതായ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അതായത് എൻ്റെ പോസ്റ്റ് എൻ്റെതായ രീതി ചെയ്യണം, എനിക്ക് ഫോട്ടോഷൂട്ട് ചെയ്യണം, എനിക്ക് കുറേ ക്രിയേറ്റീവ് ഐഡിയാസ് ഉണ്ട്. അത് തെരഞ്ഞെടുപ്പ് നിങ്ങളൊക്കെ പല കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതെല്ലാം ചെയ്യണമെന്ന് ഞാൻ കൃത്യമായ കണക്കുകൾ എഴുതി കൊടുത്തു. അതിനുള്ള എക്സ്പെൻസ് മാത്രം എഴുതി കൊടുത്തു. പക്ഷേ ഇത് ആദ്യത്തെ ഒരാഴ്ചയും തന്നില്ല.
അതിന് മുമ്പ് 5 ലക്ഷം രൂപ എൻ്റെ ഇലക്ഷൻ അക്കൗണ്ടിൽ ഇട്ട് കേട്ടോ. പക്ഷേ അത് നമുക്ക് എടുത്ത് ചെലവഴിക്കാൻ പറ്റില്ല. കാര്യം തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യത്തെ 10,000 രൂപ മാത്രമല്ലേ നമുക്ക് ഈ നിയമസഭ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇലക്ഷൻ കമ്മീഷന് കണക്ക് കാണിക്കേണ്ടതാണ്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ കണക്ക് കാണിക്കേണ്ട ആ അക്കൗണ്ടിലിട്ടേക്കുന്ന പൈസയ്ക്ക് കൃത്യമായിട്ട് ബില്ലടക്കം വേണം നമ്മൾ ചെലവഴിക്കാൻ. അല്ലാതെ ഇപ്പോൾ നമ്മൾ ഒരാൾക്ക് ഭക്ഷണം മേടിച്ചു കൊടുത്തു, നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നതിന് റൂം എടുത്ത് കൊടുത്തു, ഇതിനെല്ലാം ചിലവല്ലേ? ഒരു ദിവസം നമ്മുടെ കൂടെ 10-25 പേര് നടക്കില്ല, ഇവർക്കെല്ലാം ഭക്ഷണം മേടിച്ചു കൊടുക്കണ്ടേ? ഇപ്പോൾ ഓൺലൈൻ മാധ്യമ സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ ഫുൾ ടൈം നടക്കുന്നു, അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും ചെയ്യണം, ഈ ചെലവിനുള്ള പൈസ തരാത്തപ്പോഴാണ് ഞാൻ ആദ്യം ഇത് ചെയ്യുന്നത്. പിന്നീട് ഞാൻ ചെലവാക്കിയ പൈസകൾ എനിക്ക് തിരിച്ചു വന്നു. ഇത് നിങ്ങൾ കൃത്യമായിട്ട് അങ്ങനെ അത് ഇത് ഞാൻ പറഞ്ഞു പിന്നെ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ചിലവായ പൈസ ഇവർ എനിക്ക് തിരിച്ചു തന്നു. അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയുന്നു, സാറേ വിഷമിക്കേണ്ട. അങ്ങനെ തന്നെയാണ് ഞാൻ ആദ്യം പറയുന്നത്. കാരണം നമുക്ക് ആത്മാർത്ഥമായി തന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താം. 2020 കൊല്ലം ജില്ലാ പ്രസിഡന്റായിട്ട് നിങ്ങൾ എന്നെ വെക്ക്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ കൊല്ലം ജില്ലയിൽ ചെയ്യാം. കൊല്ലം ജില്ലയിൽ ഞാൻ 2020 ഒരു സംഘടന ഉണ്ടാക്കാം. ഈ കാര്യങ്ങൾ പറഞ്ഞു. ഒരു മറുപടി, ഒരു റിപ്ലൈ എനിക്ക് കിട്ടിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഈ കുടുംബത്തിന് വീട് വെച്ച് കൊടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. സുരേഷ് ഗോപി സഹായിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഒരു നല്ല കാര്യം അഖിലേ എന്ന് പോലും പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൂടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വന്ന ഒരു പയ്യന്റെ കിഡ്നി ഫെയിലിയറായി. അവൻ എന്തെങ്കിലും ചെയ്യണം, നമ്മുടെ CSR ഫണ്ട് വഴി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഒരു മറുപടി ഇട്ടിട്ടില്ല. 2.5 മാസമായിട്ട് ഒന്ന് വിളിച്ചിട്ടില്ല, ഒരു മെസ്സേജ് അയച്ചിട്ടില്ല. ഇതേ സമയം നമ്മൾ പുറത്തുനിന്ന് പഴികൾ കേട്ടോണ്ടിരിക്കുകയാണ്. എവിടെ ചെന്നാലും കോടിക്കണക്കിന് രൂപ കിട്ടിയെന്ന പഴി കേൾക്കുന്നു. അപ്പോഴാണ് BJPയുടെ തന്നെ പല നേതാക്കന്മാരിൽ നിന്നും ഞാൻ അറിയാൻ കഴിഞ്ഞത് 40 കോടിയോളം രൂപ 2020 BJPയിൽ നിന്ന് ഫണ്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഓരോ മണ്ഡലത്തിലേക്കും 2020 എത്രയാ ചെലവഴിച്ചെന്ന് ആ മണ്ഡലത്തിലുള്ള ആൾക്കാരോട് ഇനി വ്യക്തിപരമായിട്ട് നിങ്ങൾ പോയി ചോദിക്കേണ്ടി വരും. തൃക്കാക്കര മണ്ഡലത്തിൽ എത്ര ചെലവഴിച്ചെന്നുള്ളതിന്റെ കൃത്യമായ കണക്ക് വേണമെങ്കിൽ ഞാൻ പറയാം. പക്ഷേ ഒരു സ്ഥാനാർത്ഥിക്ക് ഇപ്പം തൃപ്പൂണിത്തുറയിൽ അഞ്ജലിയോട് ഞാൻ തമാശയ്ക്ക് ഞാൻ വിളിച്ചു ചോദിച്ചു, അഞ്ജലി എനിക്ക് പൈസയൊന്നും കിട്ടിയിട്ടൊന്നുമില്ല, നിങ്ങൾക്ക് വല്ലതും കിട്ടിയിട്ടുണ്ടോ? അപ്പോൾ അഞ്ജലി എൻ്റെ പൊന്നി ചേട്ടാ, ഇത് നാട് മുഴുവൻ നടന്ന് നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന ഇതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അഞ്ജലി ആരെങ്കിലും വിളിച്ചോ? അഞ്ജലി ആരും വിളിച്ചില്ല. ഇലക്ഷൻ സമയം 24-25 ദിവസം നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനിടയിൽ നോമിനേഷൻ കൊടുക്കുന്ന ഒരു ദിവസം മാത്രമാണ് 2020 ചെയർമാനായ സാബു ജേക്കബ് നമ്മുടെ അടുത്ത് വന്നത്. നമ്മൾ വിചാരിച്ചു തൃപ്പൂണിത്തുറയിൽ പുള്ളി ഫുൾ ടൈം ഉണ്ടെന്ന്. അവിടെയും ഇല്ല. ഏറ്റവും പ്രധാനപ്പെട്ട അത്യാവശ്യം കേരളത്തിൽ രാഷ്ട്രീയമായി ചർച്ച ചെയ്തിട്ടുള്ള എന്നെപ്പോലെ ഒരാൾ മത്സരിക്കുന്ന ഒരു മണ്ഡലത്തിൽ പോലും പുള്ളി ഇതാണ് ചെയ്തു തരുന്നത്. പുള്ളി ഈ 2020 മണ്ഡലം പ്രസിഡന്റ് ജെയിംസ് ചേട്ടൻ ആയി ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത്രയും നാളായിട്ട് ഈ പുള്ളിയെ വിളിച്ചിട്ടില്ല, ഒരു നന്ദി പോലും പറഞ്ഞിട്ടില്ല. കാര്യം ഈ പുള്ളി മനുഷ്യൻ ഒറ്റയ്ക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ ഫുൾ ടൈം ഒരാൾ കൂടെ നടന്നിട്ട് പോലും ബിസിനസ് ഉള്ള ആളാണ്, അത് കളഞ്ഞിട്ട് നടന്നതാണ്. അയാളുടെ അടുത്തൊരു നന്ദി പറഞ്ഞിട്ടില്ല. അപ്പോൾ രാഷ്ട്രീയമായിട്ട് 40 കോടി രൂപയോളം BJPയിൽ നിന്ന് ലഭിച്ചതിന് ശേഷം സ്ഥാനാർത്ഥികളുടെ തലയിലേക്ക് ഇത് കൊണ്ടുവച്ച് നിങ്ങൾ ദയവ് ചെയ്ത് കെട്ടരുത്. നിങ്ങൾ ആരും ദയവ് ചെയ്തത് പറയരുത്. നിങ്ങളിൽ പലരും ഇലക്ഷൻ ശേഷം ഞാനൊരു ഇലക്ട്രിക് വണ്ടി എടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം കരുതി ഇവൻ ഇലക്ഷന് ഫണ്ട് കിട്ടിയതുകൊണ്ടാണ് ഇലക്ട്രിക് വണ്ടി എടുത്തത്. എൻ്റെ പൊന്ന്, എൻ്റെ മക്കളാണ് സത്യം. ബെൻസ് പതുക്കെ അങ്ങ് വിറ്റിട്ട് ഇലക്ട്രിക് വണ്ടിയിൽ നടന്നാൽ മാസമുള്ള ചെലവ് കുറയും. കാര്യം എൻ്റെ അച്ഛന് ക്യാൻസറാണ്. ഞാൻ എറണാകുളത്ത് നിന്ന് ഞാൻ കൊട്ടാരക്കരയ്ക്ക് ഒരു മാസത്തിൽ ഒരു 10 പ്രാവശ്യമെങ്കിലും പോകേണ്ട സാഹചര്യം പലപ്പോഴും ഉണ്ടാവും. ഇത് ആരെയും കാണിക്കാൻ വേണ്ടി പോകുന്നല്ലോ, ഞാൻ പോയി വരുന്ന കാര്യമല്ലേ. അതിന് ബെൻസിൽ പോയി വരണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 4,000-5,000 രൂപ ചെലവാണ്. ഇലക്ട്രിക് വണ്ടി ആകുമ്പോഴത്തേക്ക് ലാഭം ഉണ്ടാവും. എനിക്ക് വരുമാനം വരുന്നത് അവസാനിച്ചു. ഇന്ത്യയിലേക്ക് പോയതിനു ശേഷം എന്നോട് അത്രയും അടുപ്പമുള്ള എന്നെ മനസ്സിലാക്കുന്ന ആൾക്കാർ എന്നെ വിളിച്ചത് മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പല വരുമാനങ്ങളും അവസാനിച്ചു. ഇതേ സമയം നമ്മൾ പഴി കേൾക്കേണ്ടി വരുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ അഖിൽ കോട്ടാത്തലെ പച്ചയ്ക്ക് നമ്മുടെ ഗീറ്റക്സ് അണ്ണൻ അങ്ങ് ഊമ്പിച്ചു എന്ന് പറയുന്നതായിരിക്കും നല്ലത്. സത്യത്തിൽ 10-40 കോടി രൂപ ഒക്കെ ഗീറ്റക്സിന് കൊടുത്തെന്നൊക്കെയാണ് പറയുന്നത്. നമ്മളല്ല, ഇവർ തന്നെയാണ് പറയുന്നത്. അവരുടെ നേതാക്കന്മാർ തന്നെ പറഞ്ഞു എന്ന്. മൊത്തത്തിൽ ഇപ്പോൾ ഗീറ്റക്സ് മുഖ്യെന്നാണ് പറയുന്നത്. എന്താണെങ്കിലും BJPക്കാർ നല്ല ആത്മാർത്ഥമായിട്ട് ലവൻ്റെ കൂടെ പ്രവർത്തിക്കാൻ നിന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ കൊല്ലം ജില്ലയിൽ 2020 ജില്ലാ പ്രസിഡന്റായിട്ട് എന്നെ അങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവൻ ആ കൊല്ലം ജില്ല അങ്ങോട്ട് അടിച്ചങ്ങോട്ട് നീ ഈ തൃക്കാക്കരയിൽ നിന്ന് 8 നിലയിൽ പൊട്ടിയതിൻ്റെ കാരണം എന്താണെന്നറിയാം? നിന്നെപ്പോലെ വാക്ക് മാറി പറയുന്നവൻ, നിന്നെപ്പോലെ കാല് വാരുന്നവൻ എന്നൊക്കെ അവിടുത്തെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അത് അവരറിഞ്ഞത് കൊണ്ട് തന്നെയാണ് നിന്നെയൊക്കെ പൊട്ടിച്ചത്. ഇനി നീ BJPയുടെ ഭാഗമായിട്ട് വന്നാലും ഇതിലും ദയനീയമായിരിക്കും നിന്റെ ഒരു അവസ്ഥയെന്ന് പറയാതിരിക്കാൻ വയ്യ. നമ്മൾ ഓരോന്നോരോന്ന് ഇങ്ങനെ പുറത്ത് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ. ഇനി ഒരുപാട് സംഭവങ്ങൾ പുറത്തേക്ക് വരാനുണ്ട്. ഇനി ഇത് പ്രതികരിച്ചുകൊണ്ട് നമ്മുടെ ഗീറ്റക്സ് മാമൻ എന്തെങ്കിലും പറയുമില്ലെന്നൊക്കെ നമുക്കിത് കാണണമല്ലോ. കാരണം ഈ BJP കോടിക്കണക്കിന് രൂപയാണ് കേരളത്തിൽ ഒഴുക്കിയെന്നുള്ളതിൻ്റെ ഓരോ തെളിവുകളല്ലേ. ഇപ്പം തൃശ്ശൂരിലെ BJPയുടെ ഒരു മുതിർന്ന നേതാവല്ലേ പറഞ്ഞത്, 17 ചാക്കുകളിലായിട്ട് ഏതാണ്ട് 25 കോടിയോളം രൂപ കെട്ടിക്കൊണ്ട് വന്നിട്ട്. ഇതൊന്നും അന്വേഷിക്കാൻ ആരും ഇല്ല ഇവിടെ. ഇതൊന്നും ആർക്കും അന്വേഷിക്കേണ്ട, പ്രതിപക്ഷത്തിനും അന്വേഷിക്കേണ്ട, ഭരണപക്ഷത്തിനും അന്വേഷിക്കേണ്ട. ആരും ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. എന്തൊരവസ്ഥയാണെന്ന് ആലോചിക്കുക. BJPക്ക് കേരളത്തിൽ വളരാനായിട്ടുള്ള എല്ലാ വഴിയും വെച്ചു കൊടുക്കുന്നത് ഈ 2 പാർട്ടിക്കാരും തന്നെയാണ്. പിന്നെ ഭരിക്കുന്നത് ആരാണെന്നുള്ളതല്ല, നല്ല പ്രവർത്തികൾ കാഴ്ചവെക്കുന്നത് ആരാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. അവർ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കും. അതിപ്പോൾ BJP ആയാലും നല്ല പ്രവർത്തികൾ കാണിച്ചാൽ ജനങ്ങൾ അംഗീകരിക്കും കേട്ടോ. ഒരു പ്രവൃത്തി അവരിൽ നിന്നും ഉണ്ടാകാൻ പോകുന്നില്ല, അത് നമുക്കറിയാം. എന്താണേലും നമ്മുടെ കോട്ടാത്തലാണന് ചിക്കിളി ഒന്നും കിട്ടാത്തത് കൊണ്ട് ആളങ്ങോട്ട് വന്ന് മീഡിയാസിലൊന്ന് പൊട്ടിത്തെറിച്ചു. കാരണം ഇപ്പം ആരും ശ്രദ്ധിക്കുന്നില്ല. മറ്റേ അക്കൗണ്ടൊക്കെ പൂട്ടിപ്പോയായിരുന്നല്ലോ. കാരണം ഈ BJPയിലോ അല്ലെങ്കിൽ ചക്കച്ചിഹ്നത്തിലേക്കൊക്കെ വന്നപ്പോൾ തന്നെ ആളുകൾ വെറുതെ അക്കൗണ്ടൊക്കെ ആയിട്ട് വന്നിട്ട് കഴിഞ്ഞ ദിവസം എന്തൊക്കെയോ മണ്ടത്തരങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞായിരുന്നു. ബാക്കിയൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. അപ്പോൾ